നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയന് സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച പോലീസിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ല എന്നതാണ്. പോലീസാണ് ഏറ്റവും ശക്തിയുള്ള ഫോഴ്സ്. ആ പോലീസിനെ വേണ്ടതുപോലെ മാനേജ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലീസ് തെറ്റിദ്ധരിപ്പിക്കും എന്നതിൻ്റെ തെളിവാണ് പിണറായിയുടെ വീഴ്ച. പോലീസുകാർ എന്നാൽ ആത്മാഭിമാനമില്ലാത്ത ഒരു വർഗമായിരിക്കണം, താൻ പറയുന്നത് കേൾക്കുന്ന അടിമയായിരിക്കണം എന്നതായിരുന്നു പിണറായിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ പോലീസ് സേനയോട് ഒരാത്മാർത്ഥതയുമില്ലാത്ത, സത്യസന്ധതയില്ലാത്ത ചില ഉദ്യോഗസ്ഥന്മാർ പോലീസ് തലപ്പത്തെത്തി. നീതിമാന്മാരായ ആത്മബോധമുള്ള മനുഷ്യരെ അകറ്റി നിർത്തി. അതുകൊണ്ട് തൽപര കക്ഷികൾ പിണറായി വിജയന്റെ ചെവിയിൽ പോയി പറഞ്ഞു കൊടുത്തതൊക്കെ അദ്ദേഹം വിശ്വസിച്ചു. പിണറായിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പിണറായിയെ ജനത്തിൽ നിന്നും അകറ്റി. പിണറായി നാട്ടിലിറങ്ങുമ്പോൾ അനേകം വാഹനങ്ങൾ, ആംബുലൻസുകൾ, ഇടിവണ്ടികൾ, മൊബൈൽ ജാമറുകളൊക്കെ അദ്ദേഹത്തിനൊപ്പം കൂടിയത് പിണറായിയുടെ മൂല്യം ഇടിച്ചു താഴ്ത്തി. സുരക്ഷയ്ക്ക് വേണ്ടി പിണറായി താമസിക്കുന്ന വീടിന് ചുറ്റും മതിൽ കെട്ടുക, ക്ലിഫ് ഹൗസ് മുതൽ നന്ദൻകോട് വരെ 24 മണിക്കൂറും ഓരോ 3-4 മിനിറ്റ് ഇടപെട്ട് പോലീസ് വാഹനങ്ങൾ റോന്തു ചുറ്റുക, ക്ലിഫ് ഹൗസിന്റെ പരിസര പ്രദേശത്തെ എല്ലാ റോഡുകളിലും പ്രത്യേക പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ച് പിണറായിയുടെ ജീവൻ ഉറപ്പാക്കുക തുടങ്ങിയ അമിത അധികാര പ്രമത്തത പിണറായിയെ അക്ഷരാർത്ഥത്തിൽ ജനത്തിൽ നിന്ന് അകറ്റി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് തൽപര കക്ഷികളായ പോലീസുകാരായിരുന്നു. ഇന്ന് റെയിൽവേ സ്റ്റേഷൻ സ്റ്റീൽ ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയില്ലാത്തത് കൊണ്ടാണോ അതോ മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണോ എന്ന് പിണറായിക്ക് തന്നെ ഉറപ്പുണ്ടാവില്ല. പക്ഷെ ആ അബദ്ധം പറ്റാതിരിക്കാൻ പുതിയ സർക്കാർ ശക്തമായ നടപടികൾ എടുക്കുന്നു. പിണറായിയുടെ കാലത്ത് മൂടുതാങ്ങികളായ പോലീസ് ഓഫീസർമാരെ ചവിട്ടി പുറത്താക്കി പോലീസിൽ അടിമുടി അഴിച്ചുപണി നടത്തിയിരിക്കുന്നു. DGPയെ മാറ്റുക സാങ്കേതികമായി ചില പ്രശ്നങ്ങളുള്ള വിഷയമാണ്. പിണറായി ഭരണം തുടങ്ങുന്നത് തന്നെ അന്നത്തെ DGP ആയിരുന്ന TP സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ നിയോഗിച്ചുകൊണ്ടാണ്. സെൻകുമാർ സുപ്രീം കോടതി വരെ പോയി പോരാടി ആ തീരുമാനം തിരുത്തിച്ചു. അന്ന് മുതൽ ഉത്തരവുണ്ട്, DGP തസ്തികയിൽ ഒരാൾ 2 വർഷം തികയ്ക്കാതെ സ്ഥലം മാറ്റരുതെന്ന്. ആ നിയമത്തെ മറികടക്കാൻ കഴിയാത്തത് കൊണ്ട് പിണറായി ഒരു സൂത്രപ്പണി കണ്ടുപിടിച്ചു. DGPയെ നോക്കുകുത്തിയാക്കി പാവയാക്കി മുകളിലിരുത്തുക, താഴെ ക്രമസമാധാന ചുമതല കൊടുത്തുകൊണ്ട് തന്റെ വിശ്വസ്തനായ ഒരു ADGPയെ നിയമിക്കുക. രണ്ടാം പിണറായി സർക്കാർ അടിമുടി പാളിയത് MR അജിത് കുമാർ എന്ന സ്വാർത്ഥ താല്പര്യക്കാരനായ ചെവിതീനിയായ ഓഫീസറെ ADGP ക്രമസമാധാന ചുമതലയിൽ നിയോഗിച്ച് DGPയെ നോക്കുകുത്തിയാക്കി കേരള പോലീസിന്റെ ഭരണം നിയന്ത്രിച്ചപ്പോഴാണ്. DGP വിളിക്കുന്ന യോഗത്തിന് പോലും ADGP അജിത് കുമാർ എത്തുമായിരുന്നില്ല. മറ്റു പോലീസ് ഓഫീസർമാരുടെ മുമ്പിൽ വെച്ച് DGPയോട് കയർക്കാൻ പോലും അജിത് കുമാറിന് മടിയുണ്ടായിരുന്നില്ല. താനാണ് സൂപ്പർ DGP എന്ന് ഉറച്ച വിശ്വാസമായിരുന്നു അജിത് കുമാറിനെ അങ്ങനെയാക്കി തീർത്തത്. അജിത് കുമാർ ആയിരുന്നു പോലീസിനെ ഭരിച്ചിരുന്നത്. പിണറായിയെ സുഖിപ്പിക്കാനും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നിരപരാധികളെ വേട്ടയാടി ജയിലിൽ അടച്ചു. പിണറായിയെ വിമർശിക്കുന്ന മറുനാടനെ വേട്ടയാടാൻ ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിച്ച് നിഷ്ഫലമായ ഒരു പരിശ്രമം നടത്തിയതുപോലും അജിത് കുമാറിന്റെ ആവേശമായിരുന്നു. ഏറ്റവും ഒടുവിൽ അജിത് കുമാറിന്റെ അത്യാവേശത്തിന് ഇരയായത് മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ചെന്നൈയിൽ താമസിക്കുന്ന ഒരു മാഹിക്കാരനാണ്. അജിത് കുമാറും P ശശിയുമായിരുന്നല്ലോ കേരള പോലീസിനെ നിയന്ത്രിച്ചത്. P ശശിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് ശത്രുതയുണ്ടായി പോയി എന്നതുകൊണ്ട് മാത്രം ഷർഷാദിന്റെ പേരിലുള്ള ഒരു നിലനിൽക്കാത്ത സിവിൽ കേസ് ഒരു ക്രിമിനൽ കേസാക്കി മാറ്റി ചെന്നൈയിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് കൈവിലങ്ങ് വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് ജയിലിൽ അടച്ചു ഈ പോലീസ്. എന്നാൽ ആ കാലമൊക്കെ മാറിയിരിക്കുന്നു. ഇന്നലത്തെ സമഗ്ര അഴിച്ചുപണിയിൽ ഇന്നലെ വരെ രാജാക്കന്മാരായവരെല്ലാം പിന്നോട്ട് പോയിരിക്കുന്നു. പുതിയ രാജാക്കന്മാർ ഉദയം കൊണ്ടിരിക്കുന്നു. അജിത് കുമാറിന്റെ അധികാരം പിണറായിയുടെ കാലത്ത് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. പിണറായി അജിത് കുമാർ പറയുന്നത് മാത്രം ചെയ്ത് ജീവിച്ച കാലം വിദൂരമായത് PV അൻവർ വിഷയത്തോടെ CPI ഇടഞ്ഞതാണ്. RSS നേതാക്കളെ പോയി കണ്ടതടക്കമുള്ള വിഷയത്തിൽ CPI കടുത്ത നിലപാടെടുത്തതോടെ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് നീക്കേണ്ടി വന്നു. ക്രമസമാധാന ചുമതലയിൽ H വെങ്കടേഷ് എന്ന സാമാന്യം തരക്കേടില്ലാത്ത ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. H വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ചിന് ചുമതലയും കൊടുത്തു. ഭരണത്തിന്റെ അവസാനമായപ്പോഴേക്കും പിണറായിക്ക് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടിയത് കൊണ്ടാണ് വെങ്കടേഷിനെ ക്രമസമാധാന ചുമതല ഏൽപ്പിക്കുന്നത്. വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGPയായി പുതുതായി നിയോഗിച്ചിരിക്കുന്നത് P വിജയനെയാണ്. P വിജയൻ ഇന്റലിജൻസ് മേധാവിയായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് ADGP S ശ്രീജിത്തിനെ ജയിൽ മേധാവിയാക്കി മാറ്റി നിയമിച്ചിട്ടുണ്ട്. ദിനേന്ദ്ര കശ്യപ്പാണ് പുതിയ ഇന്റലിജൻസ് മേധാവി. ബൽറാം കുമാർ ഉപാധ്യായെ ബറ്റാലിയൻ മേധാവിയായി മാറ്റി നിയമിച്ചു.
മനോജ് എബ്രാഹാം വിജിലൻസ് മേധാവിയായി തുടരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായിയുടെ കാലത്ത് സർവാധികാരിയായിരുന്ന ADGP MR അജിത് കുമാർ ഇപ്പോഴും തസ്തികയൊന്നുമില്ലാതെ തുടരുന്നു. എക്സൈസ് കമ്മീഷനായി നിയോഗിച്ച അജിത് കുമാറിനെ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അവിടെ നിന്ന് കോടതി നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ അജിത് കുമാറിന് ആകെയുള്ളത് അന്ന് അധിക ചുമതല കൊടുത്തിരുന്ന ബെബ്കോ MD സ്ഥാനം മാത്രമാണ്. ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന പദവിയാണ് ബെബ്കോ MD എന്ന് ഓർക്കണം. ആ പദവിയിൽ അദ്ദേഹത്തെ വേണ്ട എന്നാണ് എക്സൈസ് മന്ത്രി M ലിജു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അഴിച്ചുപണിയിൽ അജിത് കുമാറിന് പുതിയൊരു പദവിയും കൊടുത്തിട്ടില്ല. രക്ഷാപ്രവർത്തന കേസിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നെന്നും അജിത് കുമാർ സസ്പെൻഷനിലായേക്കും എന്നുമുള്ള സൂചന ഇപ്പോഴും തുടരുകയാണ്. രണ്ടാമത്തേത്, മനോജ് എബ്രാഹിമിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല എന്നതാണ്. പിണറായിയുടെ കാലത്ത് ഒട്ടും തഴയപ്പെട്ട ഉദ്യോഗസ്ഥനല്ല മനോജ് എബ്രാഹാം. മനോജ് എബ്രാഹാം പിണറായിയോട് തരക്കേടില്ലാത്ത ബന്ധം നിലനിർത്തി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ADGP ആയിരുന്ന മനോജ് എബ്രാഹിമിനെ കേരള പോലീസിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തസ്തികയായ വിജിലൻസ് ഡയറക്ടർ പദവിയിലേക്ക് പിണറായി തന്നെയാണ് നീക്കിവെച്ചത്. പക്ഷേ മനോജ് എബ്രാഹിമിനെ അവിടെ തുടരാൻ അനുവദിച്ചു. പിണറായിയോട് വഴക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പോലീസ് ഓഫീസറുടെ ആത്മാഭിമാനം നിലനിർത്താൻ മനോജ് എബ്രാഹിം ശ്രമിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആ പദവി സംരക്ഷിക്കാൻ മനോജിന് കഴിയുന്നത്. നിലവിലുള്ള DGP റിട്ടയർ ചെയ്യുമ്പോൾ അടുത്ത DGP ആയി പരിഗണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരും മനോജ് എബ്രാഹിമിൻ്റേത് തന്നെയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഷൗക്കത്ത് അലിയുടെ അസാധാരണമായ സ്ഥാനക്കയറ്റമാണ്. മലപ്പുറത്ത് ജനിച്ച് കോഴിക്കോട് ജീവിക്കുന്ന ഷൗക്കത്ത് അലിയെ ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയോഗിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജൂനിയർ IPS ഓഫീസറെ ഏതെങ്കിലും ഒരു സിറ്റിയുടെ കമ്മീഷണറായി നിയോഗിക്കുന്നത്. അതും കോഴിക്കോട് പോലെ സുപ്രധാനമായ ഒരു സിറ്റിയുടെ കമ്മീഷണറായി. അവിടെ നിന്ന് സ്ഥലം മാറ്റപ്പെട്ട മെറിൻ ജോസഫ് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥയാണെങ്കിലും വളരെ സീനിയർ SP ആണ്. ഏതാനും ആഴ്ചകൾക്കകം DIG ആയി പ്രൊമോഷൻ കിട്ടേണ്ട ആളാണ്. എന്നാൽ ഷൗക്കത്ത് അലി കേരള പോലീസിലെ ഒരു SI ആയി ജോലിയിൽ കയറി പടിപടിയായി കഴിവ് തെളിയിച്ച് പ്രൊമോഷൻ നേടി കൺഫർ ചെയ്ത് IPS നേടിയ ആളാണ്. SI ടെസ്റ്റ് എഴുതിയപ്പോൾ 1ാം റാങ്കുകാരനായിരുന്ന ഷൗക്കത്ത് അലി ഒരു കാലത്തും മെറിറ്റിൽ പിന്നോട്ട് പോയിട്ടില്ല. ഏതൊരു IPSകാരനെയും പിന്നിൽ നിർത്തുന്ന അന്വേഷണ മികവ് ഷൗക്കത്ത് അലിക്കുണ്ടായിരുന്നു. എന്നാൽ 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിക്കുകയും CPM ഗുണ്ടകളെ പിടികൂടുകയും ചെയ്തതോടെ CPMന്റെ ശത്രുപക്ഷത്തായി. പിണറായി അധികാരത്തിലിരുന്ന 10 വർഷവും ഷൗക്കത്ത് അലി അകറ്റി നിർത്തി. പിണറായി പേടി മൂലം കുറച്ചുകാലം NIAയിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വന്നപ്പോൾ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും മറ്റുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ ഷൗക്കത്ത് അലിക്ക് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഗതികെട്ടാണ് ഒടുവിൽ ഷൗക്കത്ത് അലിക്ക് IPSഉം SP റാങ്കും കൊടുത്തത്. എന്നിട്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ആ ഷൗക്കത്ത് അലിക്കാണ് ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ചുമതല പോലും ലഭിക്കുന്നതിന് മുൻപ് സുപ്രധാനമായ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ റാങ്ക് കിട്ടുന്നത്. 1.5 വർഷം കൂടി മാത്രമേ ഷൗക്കത്ത് അലിക്ക് ഇനി സർവീസ് ഉള്ളൂ. ഈ കാലയളവിൽ സ്വന്തം നാട്ടിലെ കമ്മീഷണറായി റിട്ടയർ ചെയ്യാൻ കഴിയുന്നത് ഷൗക്കത്ത് അലിയുടെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരമായ സംഭവമായി മാറും. ഇതിനേക്കാൾ ശ്രദ്ധേയമായത് IG P വിജയന്റെ ക്രമസമാധാന ചുമതലയിലേക്കുള്ള പ്രൊമോഷനാണ്. MR അജിത് കുമാറിന്റെ കാലം മുതൽ കേരള പോലീസിന്റെ യഥാർത്ഥ DGP ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു. DGPമാർ നിയമപരമായി പോലീസ് തലപ്പത്തുണ്ടെങ്കിലും പോലീസിനെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ നടത്തുന്നതും അജിത് കുമാർ മുതൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. ആ പദവിയിലേക്ക് P വിജയൻ എത്തി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. P വിജയന്റെ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടതില്ല. പലവട്ടം പറഞ്ഞിട്ടുള്ളതും സകല മനുഷ്യർക്കും അറിയാവുന്നതുമാണ്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ എങ്ങനെ പറയാതിരിക്കും. 10ാം ക്ലാസ്സിൽ പരീക്ഷ തോറ്റ് പഠനം നിർത്തി 2 വർഷം കൂലിപ്പണിക്ക് പോയ ആളാണ് P വിജയൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് വിജയന്റെ ജീവിതം. തീരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് 10ാം ക്ലാസ്സിൽ കഷ്ടി ജയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ഇനി കൂലിപ്പണിയാണ് തന്റെ വഴി എന്ന് കണ്ടെത്തി കൂലിപ്പണിക്ക് പോയ മനുഷ്യൻ അവിടെ നിന്ന് ഒടുവിൽ 2 വർഷത്തിന് ശേഷം പ്രൈവറ്റായി 10ാം ക്ലാസ് എഴുതി പാസ്സായി. പിന്നീട് എപ്പോഴും ഒരു വെളിപാട് പോലെ പഠിക്കാൻ ആവേശം കയറിയപ്പോൾ പഠിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും MAയും MPhilഉം ഒക്കെ എടുത്ത് 99 ബാച്ച് IPS ഓഫീസറായി ജോലിയിൽ കയറിയ വിജയൻ. ആ വിജയൻ കേരള പോലീസിൽ ചരിത്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. SPC അല്ലെങ്കിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന കേരളത്തിലെ ഏറ്റവും വിജയകരമായ വിദ്യാർത്ഥികളെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് P വിജയനായിരുന്നു. അതിന്റെ ആദ്യത്തെ നോഡൽ ഓഫീസറും വിജയൻ തന്നെയായിരുന്നു. പുണ്യം പൂങ്കാവനം എന്ന പേരിൽ വിജയൻ തുടങ്ങി വെച്ച ശബരിമലയിലെ പദ്ധതി മോദിയുടെ പോലും പ്രീതിക്ക് കാരണമായി. മോദി തന്റെ പ്രഭാഷണ പരമ്പരയിൽ P വിജയന്റെ കാര്യവും പറഞ്ഞു. ഇതോടെ പിണറായി വിജയന് കലി പിടിച്ചു. മോദിയുടെ ഇഷ്ടക്കാരനെ തന്റെ ഇഷ്ടക്കാരനാക്കണ്ട എന്ന്
പിണറായി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് പിണറായി ഭരണകാലത്ത് പി വിജയന്റെ തിരിച്ചടിക്കാലം ആരംഭിക്കുന്നത്. അപ്രധാനമായ തസ്തികകളിൽ മാത്രമായിരുന്നു പി വിജയനെ നിയമിച്ചത്. അതിനിടയിൽ ഏലത്തൂർ ട്രെയിൻ സ്ഫോടന കേസുണ്ടാവുന്നു. പ്രതി മുങ്ങിപ്പോയത് പോലീസിന് ക്ഷീണമുണ്ടാക്കുന്നു. പ്രതിയെ നാടകീയമായി പിടിക്കാൻ MR അജിത് കുമാർ നീക്കം നടത്തുന്നു. ഈ സമയത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ തലവനാണ് പി വിജയൻ. സ്വാഭാവികമായും ഇതൊരു ഭീകരാക്രമണമായതുകൊണ്ട് വിജയൻ സ്ഥലത്തെത്തുകയും മറ്റു സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സ്ക്വാഡിനെ വിവരമറിയിക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ രത്നഗിരിയിൽ നിന്നും പ്രതിയെ പിടികൂടി. അതീവ രഹസ്യമായി നാടകീയ നീക്കങ്ങളായി പിണറായി വിജയനും തനിക്കും മൈലേജ് ഉണ്ടാക്കാൻ MR അജിത് കുമാർ ആരോടും പറയാതെ രഹസ്യമായി കൊണ്ടുവരുന്നതിനിടയിൽ മാതൃഭൂമി ചാനൽ ക്യാമറകൾ മുമ്പിൽപ്പെടുന്നു. ഇതോടുകൂടി കേരളത്തിന് പുറത്തുനിന്നാണ് പ്രതിയെ പിടിച്ചത് എന്ന വാർത്ത മാധ്യമങ്ങൾ അറിയുന്നു. ഈ വിവരം ചോർത്തിയത് വിജയനാണ് എന്ന കള്ള റിപ്പോർട്ട് MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. ഈ അന്വേഷണ സംഘത്തിലെ പോലീസ് ഓഫീസറെ വിജയൻ വിളിച്ചതാണ് കുറ്റമായി ചൂണ്ടിക്കാട്ടിയത്. ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ തലവൻ ഒരു ഭീകരാക്രമണ കേസിലെ പ്രതിയെ പിടിച്ചാൽ അതേക്കുറിച്ച് അന്വേഷിക്കുന്നത് എങ്ങനെ കുറ്റമാകും എന്നാരും ചോദിച്ചില്ല. ഇതിന്റെ പേരിൽ MR അജിത് കുമാർ പിണറായിയെ സുഖിപ്പിച്ച് വിജയനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. വിജയൻ ഒരു കുറ്റകൃത്യം ചെയ്തില്ല എന്ന റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് MR അജിത് കുമാർ വിജയനെതിരെ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസം വിജയനെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യുന്നു. 6 മാസത്തിന് ശേഷം വിജയനെ തിരിച്ചെടുക്കുമ്പോഴും അപ്രധാനമായ തസ്തികകളിൽ മാറ്റി നിയമിക്കുകയായിരുന്നു. ഒടുവിൽ MR അജിത് കുമാർ പുറത്തായപ്പോൾ MR അജിത് കുമാറിന്റെ ഉടായ്പകൾ പിണറായി വിജയനും കൂടി മനസ്സിലായപ്പോഴാണ് പ്രൊമോഷൻ കൊടുക്കുന്നതും ഇന്റലിജൻസ് മേധാവിയാക്കി വയ്ക്കുന്നതും. ആ പി വിജയനാണ് ഇപ്പോൾ പിണറായിയുടെ കാലത്ത് MR അജിത് കുമാർ സർവാധികാരിയായി വാണിരുന്ന അതേ കസേരയിൽ വന്നിരുന്ന് ഇനി പോലീസിനെ നയിക്കാൻ പോകുന്നത്. ഇത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണ്. MR അജിത് കുമാറിനെ ബെബ്കോ MD സ്ഥാനം പോലും തെറിക്കുമെന്ന സാഹചര്യമുള്ളപ്പോൾ ഒരുപക്ഷെ സസ്പെൻഡ് ചെയ്യപ്പെട്ട് തനിക്ക് കിട്ടാനുള്ള DGP റാങ്ക് നഷ്ടപ്പെട്ടേക്കും എന്ന് ഭയന്നിരിക്കുമ്പോൾ അന്ന് MR അജിത് കുമാറിന്റെ പകയ്ക്കിരയായ പി വിജയൻ MR അജിത് കുമാർ ഇരുന്ന അതേ സർവാധികാര കസേരയിൽ കയറിയിരിക്കുന്നു. എന്നാൽ MR അജിത് കുമാർ അല്ല പി വിജയൻ. തനിക്ക് ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന മാത്രമേ പി വിജയൻ ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് കേരള പോലീസിന്റെ നല്ല കാലമാണ്. ഭരണാധികാരികളെ സുഖിപ്പിക്കാൻ വേണ്ടി MR അജിത് കുമാർമാർ അഴിഞ്ഞാടിയിരുന്ന ഗതികെട്ട പോലീസല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഏത് സാധാരണക്കാരനും നീതി കിട്ടുന്ന പോലീസിനെ ആയിരിക്കും പി വിജയൻ ഇനി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക.